എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ക്രിസ്ത്യൻ സ്റ്റീഫൻ ഫോൺ കിട്ടി. ആദ്യം തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ആൾക്കാരാണ് രാഹുലും നീതുവും. രാഹുലാണ് ഇതിന്റെ സംവിധായകൻ, നീതു ഇതിന്റെ റൈറ്ററാണ്. കുറെ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ പല സിനിമകളും ചർച്ച ചെയ്യുകയും എൻ്റെ പല സിനിമകളിലും ഞാൻ ചെയ്യാനിരിക്കുന്ന പല സിനിമകളിലും എൻ്റെ എഴുത്തിലൊക്കെ സഹായിച്ച ആളാണ് നീതു. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഒരു സഹോദരനെ പോലെയാണ് രാഹുൽ. നീതു ആയിക്കോട്ടെ ഒരു സഹോദരിയെ പോലെയാണ്. അപ്പൊ അവരുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ 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 പ്രിയപ്പെട്ടതാണ്. ഒപ്പം ഇതിൽ അഭിനയിക്കുന്നത് ഈ മോഷൻ പോസ്റ്ററിലൂടെ മനസ്സിലായി കാണുന്നത് ഒരു ഹൊറർ ജോണറിൽ പെടുന്നൊരു സിനിമയാണ്. അപ്പം ഹീറോ ഒന്നുമല്ല, പക്ഷേ റോസ് ചേച്ചിയും നവ്യയുടെയും കൂടെ ഒരു ചെറിയ വേഷം ഇതിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാന കാര്യം. നവ്യ ആണ് ആക്ച്വലി ഇതിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നവ്യയിലേക്ക് വരാം. അതൊക്കെ ഒരു മൊമെന്റ് ആണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോ ഇത് ഗഫൂർക്ക ഇതിന്റെ പ്രൊഡ്യൂസറാണ്. കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. ഇവരൊക്കെ വർഷങ്ങളായിട്ടുള്ള ബന്ധവും പരിചയമാണ്. അപ്പോൾ എന്തായാലും കാസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ ബാക്കി നവ്യ കഴിഞ്ഞ ലൂറിസ് ചേച്ചി, റോണി ചേട്ടൻ, ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത സിദ്ധാർത്ഥ് വരദൻ, മധുചേട്ടൻ, വിഷ്ണു, അങ്ങനെ വളരെ മിസ് ചെയ്തു പോയോ ഇല്ല. ഇത്രയും ആൾക്കാര് അത്യാവശ്യം തിരക്കില്ലാത്തൊരു കാസ്റ്റ് ക്രൂ ആണ്. ടെക്നീഷ്യന്മാരൊക്കെ എനിക്ക് പരിചയം കുറച്ചുപേര്. ക്യാമറമാനൊക്കെ ചെന്നൈയിൽ നിന്നല്ലേ. അപ്പോ മ്യൂസിക് അരുൺ ഇല്ലേ? അരുൺ ആണ് ഇതിന്റെ മ്യൂസിക്. അപ്പോ എന്തായാലും തിരക്കേടില്ലാത്തൊരു സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ഈ നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതില് അവരോടുള്ള നന്ദി പറച്ചിലാണ് ഇനി അടുത്തുള്ളത്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാനിടയുണ്ടായി. ആ സിനിമയിൽ എനിക്ക് പരിചയമില്ലാത്തതും എനിക്കറിയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ആ സിനിമയിലൂടെ പഠിക്കാൻ പറ്റി, അറിയാൻ പറ്റി. എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന വർഷങ്ങളായിട്ട് കൂടെയുള്ള ഒരാളാണ്. ആ സിനിമ സ്പാ അഭിനയിച്ച ആള് മേജർ രവി. എന്നോട് നിർബന്ധിച്ച് കാണാൻ പറഞ്ഞതാണ് കുടുംബത്തോടൊപ്പം. ഞാൻ കുടുംബത്തോടൊപ്പം ഇരുന്ന